الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين. صدق الله مولانا العظيم. وقال النبي صلى الله عليه وسلم: من غسل واغتسل وبكر وابتكر ولم يركب ودنا من الإمام واستمع ولم يلغ كان له بكل خطبة عمل سنة أجر صيامها وقيامها. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്കൊക്കെയും ഖൈറും റാഹത്തും വർദ്ധിപ്പിച്ചു നൽകട്ടെ. വിചാരിച്ച വിഷയങ്ങളിലൊക്കെയും വിചാരിച്ചതിനപ്പുറം വിജയം തന്ന നമ്മളെ അവൻ സൗഭാഗ്യവാന്മാരാക്കട്ടെ. മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ സതുപദേശം വളരെ പ്രധാനപ്പെട്ടൊരു വിഷയത്തിലേക്കാണ് ഇന്ന് അവരുടെ ആ ഉപദേശത്തെ സൂചിപ്പിക്കാനുള്ളത്. അത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ ക്ലാസ്സിലെ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകതയെ ഉണർത്തുകയുണ്ടായി. അതേ തുടർന്ന് മഹാനവറുകൾ പറഞ്ഞു, ഇത്രയും മഹത്വമുള്ള വെള്ളിയാഴ്ചയിൽ മുസ്ലിമീങ്ങൾ ഒഴിവാക്കാതെ നിലനിർത്തിപ്പോരേണ്ട സുന്നത്തുകൾ ഉണ്ടായിരുന്നു. സുപ്രധാനമായ സുന്നത്തുകൾ ഇന്ന് സമൂഹത്തിൽ അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച ആളാണ് അവരാണ് പറയുന്നത്. അന്ന് തന്നെ പറയാണ് സമൂഹത്തിൽ നഷ്ടപ്പെട്ടു. എന്താണത്? 3 സുന്നത്തുകൾ വെള്ളിയാഴ്ചയിൽ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട സുപ്രധാനങ്ങളായ 3 സുന്നത്തുകൾ. ഒന്ന്, ഖിറാഅത്തു സൂറത്തുൽ കഹ്ഫി والإكثار من الصلاة على النبي صلى الله عليه وسلم في يوم الجمعة وليلتها والبكور إلى الجمعة. ഇതാണ് 3. ഒന്ന്, അൽ കഹ്ഫ് സൂറത്ത് ഓതുക. 2, വെള്ളിയാഴ്ചയുടെ രാത്രിയിലും പകലിലുമായി തിരുനബിയുടെ പേരിലുള്ള സ്വലാത്തുകൾ ധാരാളം ചൊല്ലുക. 3, ജുമുഅക്ക് നേരത്തെ പോവുക. ഇതാണ് വെള്ളിയാഴ്ചയിലെ സുപ്രധാനങ്ങളായ 3 സുന്നത്തുകൾ. സമൂഹത്തിൽ, സമുദായത്തിൽ ഇന്ന് നന്നേ കുറഞ്ഞിട്ടുള്ളതുമായ സുന്നത്തുകൾ. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ്. ഈ അൽ കഹ്ഫ് സൂറത്ത് ഓതുന്നതിനെ സംബന്ധിച്ച് അൽ കഹ്ഫ് വെള്ളിയാഴ്ച 1 പ്രാവശ്യമെങ്കിലും ഓതണം എന്നാണ് ചുരുങ്ങിയതാണ്. അതിൻ്റെ ഒരു മിനിമം പൂർത്തീകരണം എത്രയെന്ന് ചോദിച്ചാൽ 3 പ്രാവശ്യം അൽ കഹ്ഫ് സൂറത്ത് ഓതൽ സുന്നത്തുണ്ട്. 1, വെള്ളിയാഴ്ചയുടെ രാത്രിയിൽ. 2, വെള്ളിയാഴ്ചയുടെ സുബഹിയിൽ. 3, ജുമുഅക്ക് ഹാജരായ ശേഷം പള്ളിയിൽ വന്ന് തഹിയ്യത്ത് നിസ്കരിച്ച് പിന്നീട് ഓതുന്ന ഓത്ത്, ഖുതുബ ആരംഭിക്കുന്നതിന് മുമ്പ് ഓതുന്ന ഓത്ത്. ഇങ്ങനെ 3 സമയങ്ങളിൽ അൽ കഹ്ഫ് സുന്നത്തുണ്ട്. അതുപോലെ ഈ 3 സുന്നത്തുകൾ ശ്രദ്ധയോടുകൂടി നിർവഹിക്കുന്ന ആളുകൾ ഇല്ലാതെയല്ല, എനിക്കെന്നെ അറിയപ്പെടുന്ന ആളുകളെ കൂട്ടത്തിൽ നമ്മുടെ ഈ പള്ളിയിലെ ആളുകൾ തന്നെ കുറച്ച് ആളുകൾ അത് ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട്. ക്ലാസ്സും അതൊക്കെ കേട്ടിട്ടായിരിക്കണം 3 തവണ തന്നെ വെള്ളിയാഴ്ചയോട് ബന്ധപ്പെട്ട് ഓരോ വെള്ളിയാഴ്ചയും അവർ ഈ 3 തവണ അൽ കഹ്ഫ് സൂറത്ത് ഓതിയിരിക്കും. അതുപോലെ സ്വലാത്തുകൾ കൂടുതൽ ചൊല്ലിയിരിക്കും. ജുമുഅക്ക് നേരത്തെ വന്നോ 1ാം സഫിലോ 2ാം സഫിലോ 3ലോ ഒക്കെ സ്ഥാനം പിടിക്കും സ്ഥിരമായി. ഇങ്ങനെ കാണുന്ന ആളുകളുണ്ട്, സന്തോഷമാണ്. അത് പല നാടുകളിലും ഉണ്ടാവും കുറച്ചെങ്കിലും. ഈ കുറച്ചേ ഉള്ളൂ, പക്ഷെ ഇത് അധികം ആവണമെന്നാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ. ഇതൊരു മുസ്ലിമിന്റെ ഒരു സംസ്കാരമാണ്. അൽ കഹ്ഫ് ഓതുക, ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക, ജുമുഅക്ക് വേഗത്തിൽ പോവുക എന്ന് പറയുന്നത്.
അപ്പൊ ഇപ്പോഴും ഈ 3 സുന്നത്തുകളും മുറുകെ പിടിക്കുന്ന ആളുകളെയും കാണാൻ കഴിയുന്നുണ്ട്. അത് വളരെ സന്തോഷമാണ്. പക്ഷേ നമ്മുടെയും നൂറ്റാണ്ട് മുമ്പ് ജീവിച്ച അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ പറയുന്ന ഈ സുപ്രധാനമായ 3 സുന്നത്തുകളും മുസ്ലിം സമൂഹത്തിൽ നിന്ന് നന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇത് ആശാവഹമല്ല. ഇത് നമുക്ക് സങ്കടം ഉണ്ടാക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ജാഗ്രത ഉണ്ടാവണം. ഈ നേരത്തെ പോകുക എന്നുള്ളതിന്റെ മാനദണ്ഡം, അതിന്റെ ക്ലിപ്തത എന്താണെന്ന് മഹാനവറുകൾ വിവരിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് സൂര്യൻ മധ്യരേഖയിൽ നിന്ന് തെറ്റുന്നതിന് മുമ്പായി പള്ളിയിലെത്തണം എന്നാണ്. ജുമാക്ക് വരണം. സൂര്യൻ മധ്യരേഖയിൽ തെറ്റാന്നാണ് അത് നമുക്ക് നോക്കിയാൽ കാണും. ആ സൂര്യൻ മധ്യരേഖയിൽ നിന്ന് തെറ്റുന്ന വിവരം അറിയിക്കുന്നതാണ് നമ്മുടെ ബാങ്ക്. നമ്മൾ ദുഹറിന് കൊടുക്കണ ബാങ്ക്, അതുപോലെ ജുമാക്ക് കൊടുക്കുന്ന ബാങ്ക്. ഈ ബാങ്കൊക്കെ എന്താണ്? സൂര്യൻ മധ്യരേഖയിൽ നിന്ന് തെറ്റിയാലാണ് ഈ ബാങ്ക് കൊടുക്കുന്നത്. ആ സമയമായിട്ടുണ്ടെന്ന് അറിയിപ്പാണ്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? വെള്ളിയാഴ്ച ദിവസമാണെങ്കിലും ആദ്യം കൊടുക്കണ ആ ബാങ്ക് കേൾക്കുമ്പോഴേക്കും പള്ളിയിലെത്തണം. ഇതാണ് നേരത്തെ വരുന്നതിന്റെ ഏറ്റവും ചുരുങ്ങിയ രീതി. അല്ലെങ്കിൽ സൂര്യൻ മധ്യരേഖയിൽ നിന്ന് തെറ്റുന്നതോടുകൂടി പള്ളിയിലേക്ക് വരും. എന്നാൽ മൂപ്പരിങ്ങനെ പള്ളിയിലേക്ക് വരുമ്പോൾ ബാങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് വരിക, അല്ലെങ്കിൽ ബാങ്കിന്റെ തൊട്ട് മുമ്പ് വരിക. ഇതാണ് ഏറ്റവും ചുരുങ്ങിയത്. പിന്നെ ഏറ്റവും മാക്സിമം നേരത്തെ വരിക എന്ന് പറഞ്ഞാൽ സുബഹി കഴിഞ്ഞാൽ പിന്നെ ജുമാക്ക് വരേണ്ട ടൈം തന്നെയാണ്. അപ്പൊ സുബഹി കഴിഞ്ഞപ്പോൾ നമ്മളെ മക്കത്തും മദീനത്തൊക്കെ പോകുന്ന ആളുകൾ ജുമാക്ക് പള്ളിക്കകത്ത് സ്ഥലം കിട്ടാൻ വേണ്ടി എത്ര നേരത്തെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് പോകണം. അപ്പൊ ജുമാക്ക് വേഗം പോകുക എന്നാൽ സുബഹി കഴിഞ്ഞാൽ പിന്നെ വേഗം പോകുന്നതിന്റെ ടൈമായി. എന്നാൽ ഇന്നിപ്പോ അവസ്ഥ എന്താ? നമ്മളെ സമൂഹത്തിന്റെ അവസ്ഥ, ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മൾക്ക് ഇവിടെ ജുമാക്ക് 12:20 ഉള്ളിൽ ഇപ്പൊ ബാങ്ക് കൊടുക്കുന്നുണ്ട്. വെള്ളിയാഴ്ച 1-ാം ഭാഗം ആ ടൈമിൽ അതാണ് സൂര്യ മധ്യരേഖയിൽ നിന്ന് തെറ്റുമ്പോഴുള്ള ആളുകൾ. പിന്നെ നമ്മൾ ബാങ്ക് കൊടുക്കുന്നത് ഖത്തീബ് മിമ്പർമ കയറിയിട്ട് അതെത്ര 1 മണിക്കാണ്. അപ്പൊ ഈ സമയത്തിന്റെ ഇത്രയും സമയം ഉണ്ടായിട്ട് ഈ ബാങ്ക് കഴിഞ്ഞിട്ട് കുത്തുബ തുടങ്ങുന്നതിന് മുമ്പ് പോലും എത്താൻ വൈകി പോവുകയാണ് ചില ആളുകളോ സ്ഥിരം പതിവന്നെ എപ്പോഴാണ് ജുമാന്റെ സമയം ഏതാണ് ആൾക്കാർ ചോദിച്ചാൽ എന്താ പറയുക? അത് 1:15. സമയം തന്നെ പറയില്ല 1:15. അപ്പൊ ഈ 1:15 അവരുടെ ടൈം ഏതാണ്? നിസ്കരിക്കുന്ന ടൈമാണ് ആ പറയുന്നത്. എന്നാൽ ജുമാ എന്ന് പറയുന്ന നിസ്കാരം മാത്രം അല്ല, ഖുതുബ മുതൽക്കാണ് നമ്മുടെ ജുമായുടെ ഇബാദത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രവേശനം. അപ്പോ 1 മണി ജുമാ എന്ന് പറഞ്ഞാൽ 1 മണിയുടെ മുമ്പെങ്കിലും എത്തണ്ട. അതുപോലും ഇല്ല. ഖുതുബ തീരാ നേരത്ത് ജുമാ തുടങ്ങി നിസ്കാരം കൈകെട്ടിയ ശേഷം 2 റക്അത്തൊക്കെ വന്നു കൂടുന്ന ആളുകളൊക്കെ കാണുന്നില്ലേ? ഒന്ന് കൂടാതെ മാത്രമല്ല, വേഗം 2 റക്അത്ത് മുട്ടി അടിച്ച് സലാം കൂട്ടുമ്പോഴത്തും പുറത്തൊക്കെത്തി എത്തൊരു പ്രയാസത്തിലാണ് പോകുന്നത്. എന്നാൽ ഇത്തരം സ്വഭാവഗതികൾ, അതുപോലെ ചില കച്ചവടക്കാരും ഗുരുതരമായ വീഴ്ച ഈ വിഷയത്തിൽ വരുത്തുന്നുണ്ട്. ഇത് ഞാൻ പറയല്ല, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ പറയുന്നത് കേട്ടോളൂ. നമ്മൾ സാധാരണ ചില വിഷയത്തെ കുറിച്ചൊക്കെ അത് ചെയ്യാൻ പാടില്ല, അത് ബിദ്അത്താണ്, ശിർക്കാണ്, ബിദ്അത്താണ്, ഇങ്ങനെ ചില സലഫിസ്റ്റുകളൊക്കെ പറയുന്നൊക്കെ. എന്നാൽ മഹാനവറുകൾ പറയുന്ന ചീത്ത ബിദ്അത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ചില കച്ചവടക്കാരും ചില അങ്ങാടിക്കാരും ചില തൊഴിലാളികളും പിന്തി വരുന്നത്, വൈകി വരുന്നത്. അല്ലദീന, ആരാണ് ഈ വിഭാഗം ആളുകൾ? തജിബു അലൈഹിമുൽ ജുമുഅ, അവർക്ക് ജുമുഅ നിർബന്ധമാണ്, എന്നിട്ട് അവര് വൈകുക. അനിൽ മജീഇ ഇലൈഹാ, ജുമുഅക്ക് വരുന്നതിൽ നിന്ന് വൈകി പോകുക. ആര്? അങ്ങാടിക്കാര്, തൊഴിലാളികള്, കച്ചവടക്കാര്. ഇവര് ജുമുഅ നിർബന്ധമുള്ള ആളുകളാണ്. എന്നിട്ട് അവർ ജുമുഅക്ക് വൈകി പോകുക, വരാൻ വൈകുക എന്ന് പറയുന്നത് അത് ചീത്ത ബിദ്അത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. എത്ര ഗൗരവമാണ്! സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത് ബിദ്അത്തിനെതിരെയും ശിർക്കിനെതിരെയുള്ള പ്രസ്ഥാനമാണ്. എന്നിട്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഇത്തരം ബിദ്അത്തുകൾ ചെയ്തു പോവുക. മാത്രമല്ല, അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ ഇതിന്റെ പിറകെ പറയുന്നുണ്ട്, ഇമാമുമാർ, ഭരണാധികാരികൾ, കൈകാര്യകർത്താക്കൾ ഈ വിഷയത്തെക്കുറിച്ച് ജനങ്ങളെ നന്നായി ജാഗ്രത ആക്കണം, ബോധവൽക്കരിക്കണം, അവർക്ക് താക്കീതുകൾ കൊടുക്കണം. ഇനി അധികാരസ്ഥരായിട്ടുള്ള ആളുകൾ ഈ വിഷയത്തിൽ വാണിംഗ് കൊടുത്തിട്ട് വീണ്ടും ലംഘിക്കുന്ന പക്ഷം അവരുടെ പേരിൽ നടപടി എടുക്കണമെന്നാണ്. ജുമാക്ക് നേരത്തെ വരാതെ വൈകി വരുന്നവരുടെ പേരിൽ അധികാരസ്ഥന്മാരായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർ നടപടി എടുക്കണം എന്നുവരെ പറഞ്ഞിട്ടാണ്. ഇനി ഇത് സംബന്ധമായി തിരുനബി പറഞ്ഞൊരു ഹദീസ് കൂടി വായിച്ചു പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അള്ളാഹുവിന്റെ ദൂതർ പറഞ്ഞു, മൻ ഗസ്സല,
ഒരാൾ കുളിപ്പിച്ചാൽ, വഗ്തസല സ്വയം കുളിച്ചാൽ, വബക്കറ നേരത്തെ പള്ളിയിലേക്ക് പോയാൽ, വബ്തകറ ഖുതുബയുടെ ആരംഭം മുതൽക്ക് തന്നെ ഹാജരായിട്ടുണ്ടായാൽ, വലം യർകം ഈ ജുമഅക്ക് വരുന്നതിന് മുമ്പ് വാഹനം ഉപയോഗപ്പെടുത്താതെ നടന്നു വരികയും ചെയ്താൽ, വദനാ മിനൽ ഇമാമി നേരത്തെ വന്ന് ഇമാമിന്റെ ഏകദേശം കിട്ടാവുന്നത്ര അടുത്തായിട്ട് അവൻ സ്ഥാനമുറപ്പിക്കുകയും ചെയ്താൽ, വസ്തമഅ എന്നിട്ട് ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്താൽ, വലം യൽഗു അതിനിടയിൽ ഫലം നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തിയൊന്നും ചെയ്യാതിരിക്കുകയും ചെയ്താൽ. ഫലം നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാല് ഖുതുബ കേൾക്കുന്ന സമയത്ത് മൊബൈലിൽ ഇങ്ങനെ കളിക്കുക, ഖുതുബ സമയത്ത് പള്ളിയുടെ അടുത്ത് നിന്നുള്ള നിലത്തുള്ള എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൈകൊണ്ട് വരച്ചിട്ടോ സാധനങ്ങൾ എടുത്തിട്ടോ വേറെ എവിടേക്കെങ്കിലും അശ്രദ്ധമായി നോക്കിയിട്ടോ ഒക്കെയുള്ള ചില വേലകൾ, ഈ പ്രവൃത്തികൾ ചെയ്താൽ ഫലം നഷ്ടപ്പെടും. ഈ ഫലം നഷ്ടപ്പെടുന്ന പ്രവൃത്തികളൊന്നും ചെയ്യാതിരിക്കുകയും ചെയ്താൽ, അപ്പൊ എന്തൊക്കെ വേണ്ടത്? കുളിപ്പിക്കുക, കുളിക്കുക, നേരത്തെ വരിക, ഖുതുബ ആരംഭത്തിൽ ഉണ്ടാവുക, വാഹനം കയറാതെ നടന്നു വരിക, ഇമാമിനോട് അടുക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക, ഫലം നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക. ഇതെല്ലാം ആയാൽ കിട്ടുന്ന ഗുണം എന്താ? കാനലഹു അവനുണ്ടാകും ബികുല്ലി ഖുതുബത്തിൻ ഓരോ ചവിട്ടടിക്കും പകരം. ഒരേ നിന്ന് ഇറങ്ങി വരുമ്പോൾ ചവിട്ടടിക്കൂല, അങ്ങനെ നടക്കൂല. ഈ നടക്കുമ്പോൾ ഓരോ കാല് വെക്കുന്നതിന്റെ ഇടയിലുള്ള സ്ഥലത്തിനാണ് ഖുതുബ എന്ന് പറയാം. അപ്പൊ ഓനിങ്ങനെ നടന്നു വരുമ്പോ എത്ര ഖുതുബത്തുണ്ടാവും? 2 കാൽപാദങ്ങൾക്കിടയിലുള്ള സ്ഥലം, ദൂരങ്ങൾ. ഈ ഓരോ ഖുതുബത്തിനും പകരം ഉണ്ടാകും അമലു സനത്തിൻ, ഒരു വർഷം അമല് ചെയ്തതിന്റെ പ്രതിഫലം ഉണ്ടാവും. ഒരു കൊല്ലം ഇബാദത്തെടുത്ത കൂലി ഒരു ചവിട്ടടിക്ക് ഉണ്ടാവും. ഏതാണ് ഈ അമലി? അജ്റു സിയാമിഹാ, ഒരു കൊല്ലം നോമ്പ് നോട്ടതിന്റെ കൂലി, വഖിയാമിഹാ ഒരു കൊല്ലം രാത്രി നിസ്കരിച്ചതിന്റെ കൂലി. ഇത് കിട്ടുന്ന ഓരോ ഖുതുബത്തിനാണ്. എത്ര വലിയ പ്രതിഫലമാണ്. വെള്ളിയാഴ്ചയിൽ നേരത്തെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വരുന്ന ആളുകൾക്കുണ്ട്. പിന്നെ ഇതിലൊരു പറയുന്ന ഒരു സംശയമുണ്ട്. മൻ ഗസ്സല കുളിപ്പിച്ചാൽ, വഗ്തസല സ്വയം കുളിച്ചാൽ. അപ്പൊ ഇവൻ കുളിക്കൽ മാത്രമല്ല, വേറെ കുളിപ്പിക്കണം എന്നാണ്. കുട്ടികൾ കുളിപ്പിക്കുന്ന വർത്താനാണോ ഈ പറയുന്ന വെള്ളിയാഴ്ച? അല്ല, ഓന്റെ ഓളെ കുളിപ്പിച്ചാൽ എന്നാണ് അതിന്റെ ഉദ്ദേശം. ഇതിന്റെ വ്യാഖ്യാനത്തിൽ കാണും. ഓളെ കുളിപ്പിക്കുന്ന ഇവനെ കുളിപ്പിക്കേണ്ടത് അല്ല, അവളും കൂടി കുളിക്കാൻ കാരണമാകുന്ന കർമ്മം ചെയ്താൽ എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ശാരീരികമായിട്ട് അവരുടെ ഹക്കടപാടുകൾ വീട്ടണം. ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയുടെ ശാരീരിക സുഖം കൂടി അവൻ നിർവഹിച്ചു കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. അത് അവന്റെ ഉത്തരവാദിത്തം എന്നതിലുപരി വെള്ളിയാഴ്ച ദിവസത്തിൽ അതിനൊരു പുണ്യമുണ്ട്. വെള്ളിയാഴ്ചയുടെ രാത്രിയിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയുടെ രാവിലെ സമയം പകലിലോ ബന്ധപ്പെടുന്നത്, ശാരീരിക ബന്ധം പുലർത്തുന്നത് സുന്നത്താണ്. ആ സുന്നത്ത് ചെയ്താൽ എന്തായി? ഓനും കുളിക്കൽ നിർബന്ധമായി, അവരും കുളിക്കേണ്ടി വരും, ഓളും കുളിക്കേണ്ടി. അതാണ് ആ പറഞ്ഞതിന്റെ താല്പര്യം. ഇന്ന് ചില ആളുകൾ വിവാഹിതരാണ്, വർഷങ്ങൾ കഴിഞ്ഞു, പക്ഷെ ഭർത്താവിൽ നിന്ന് ഈ ഒരു സുഖം കിട്ടാതെ കഷ്ടപ്പെട്ട് ആരോടും പറയാതെ വിഷമത്തിൽ കഴിയുന്ന ചില സഹോദരിമാർ പോലുമുണ്ട്. ആ ഭർത്താക്കന്മാർ വളരെ ചിന്തിക്കേണ്ടതുണ്ട്, അള്ളാഹുവിനോട് സമാധാനം പറയേണ്ടി വരും. അപ്പൊ ഈ ശാരീരിക ബന്ധം പുലർത്തുന്നത് പോലും വെള്ളിയാഴ്ചയിൽ ചില സുന്നത്തുകൾപ്പെട്ട ഒരു സുന്നത്താണ്. അപ്പൊ ആ സുന്നത്ത് ചെയ്ത് അവൾക്കും കുളി നിർബന്ധാക്കി, ഓളും കുളിക്കട്ടെ. വെള്ളിയാഴ്ച കുളിച്ച് നല്ല സുഖത്തിൽ അവരും സുഗന്ധം പൂശി അവരും കഴിയട്ടെ, വെള്ളിയാഴ്ച പെരുന്നാൾ ദിവസമല്ലേ. അപ്പൊ ഈ രൂപത്തിൽ അവളും കുളിച്ചു, അവളെ കുളിക്കാനുള്ള കാരണം ഉണ്ടാക്കി, ഇവനും കുളിച്ചു. നേരത്തെ പോയി ഖുതുബയുടെ ആരംഭം മുതലേ പങ്കെടുത്തു. പിന്നെ വാഹനം കയറുക നല്ല നേരത്തെ വരികയാണെങ്കിൽ വണ്ടി കയറാതെ നടന്നു വരുമ്പോൾ ഗുണം എന്താ? ഓരോ ഖുതുബത്തിനും പകരം വലിയ പ്രതിഫലം പറഞ്ഞിട്ടില്ലേ? അപ്പൊ വണ്ടിയിൽ വന്നാൽ ഇത് നടക്കുവോ? ഇല്ല. അപ്പൊ പരമാവധി നടന്ന് എന്നെ ജുമയ്ക്ക് വരിക. പിന്നെ പ്രായമായി അല്ലെങ്കിൽ അസുഖം ബാധിച്ചു എങ്കിൽ തക്കതായ കാരണം ഉണ്ടെങ്കിൽ വണ്ടിയിലൊക്കെ വരിക, അല്ലെങ്കിൽ ജുമയ്ക്ക് നടന്ന് തന്നെ വരിക വേണ്ട. കാരണം ഇത്രയും പ്രതിഫലം അതിനെ കാണുന്നുണ്ട്. വന്നാൽ തന്നെ ഇമാമിനോട് അടുത്ത് പരമാവധി നിൽക്കാനുള്ള ശ്രദ്ധ ഉണ്ടാവണം. ഖുതുബ ഓതുമ്പോൾ നന്നായിട്ട് കേൾക്കണം. ആ സമയത്ത് ഉറങ്ങുന്നവരോ അല്ലെങ്കിൽ മൊബൈൽ കളിക്കുന്നവരോ ഒക്കെ ആണെങ്കിൽ അവർക്ക് ഗുരുതരമായ നഷ്ടമാണ്. അവർക്ക് എന്നുകൂടി മഹാനവറുകൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, വസാരിഊ ഇലാ മഗ്ഫിറ, അടച്ചോ പാപം പുറത്തു തരുമ്പോൾ അതിലേക്കാണ് നിങ്ങൾ വേഗത്തിൽ ഉളരേണ്ടത്. വജന്നത്തിൻ, സ്വർഗത്തിലേക്കാണ് നിങ്ങൾ ഉളരേണ്ടത്. ഇതിലേക്ക് ഉളരുവിൻ. അർദുഹസ് സമാവാതു വൽ അർദ്, ആ സ്വർഗത്തിന്റെ വിശാലത ആകാശവും ഭൂമിയും കൂടിയാൽ ഉണ്ടാവും. അത്രയാണ് അതിന്റെ വിശാലത.
ഉഇദ്ദത്തിൽ മുത്തഖീൻ, ശ്രദ്ധയോടുകൂടി തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്കാണ് സ്വർഗം തയ്യാർ ചെയ്തിട്ടുള്ളത് എന്ന് ഖുർആൻ പറയുന്നു. ആൽ ഇംറാൻ സൂറത്തിൽ ആയത്തുണ്ട്, സമാനമായ ആയത്ത് വേറെയുമുണ്ട്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മകളോടും ഉത്സാഹമുള്ളവരായി അല്ലാഹു തആല നമ്മളെ മാറ്റട്ടെ. എല്ലാവിധ വേണ്ടാത്തരങ്ങളിൽ നിന്ന്, അരുതായ്മകളിൽ നിന്ന്, നഷ്ടങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.